ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ആരോൺ സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കലിംഗ സൂപ്പർ കപ്പിൽ FC ഗോവ ഏകപക്ഷീയമായ 3-0 എന്ന സ്കോർ ബോർഡിൽ ജംഷഡ്പൂർ FCയെ തകർത്തുകൊണ്ട് ജംഷഡ്പൂർ FCയെ റണ്ണറപ്പാക്കി മാറ്റി. FC ഗോവ ചരിത്രത്തിലെ രണ്ടാമത്തെ സൂപ്പർ കപ്പ് കിരീടം നേടുകയും ചെയ്തു. FC ഗോവയ്ക്ക് ഇതൊരു ചരിത്രമായിരുന്നു ഇന്നത്തെ ഈ വിജയം. 3-0 വിൻ. ബോർഹ ഹെരേരയായിരുന്നു FC ഗോവയ്ക്ക് വേണ്ടി ഗോൾ നേടിയത്. ബോർഹ ഹെരേരയാണെങ്കിൽ ആദ്യ ഗോളും നേടി. പിന്നാലെ ആകാശ് സാങ്ങോൻ തൊടുത്ത ഷോട്ട് അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. പിന്നെ ബോർഹ ഹെരേര അടിച്ച ഷോട്ട് അത് സ്റ്റീഫൻ എസയുടെ ദേഹത്തിലിട്ടുന്നു. പിന്നീട് റീബൗണ്ടായി കിട്ടിയ പന്ത് ഗോളാക്കി മാറ്റിക്കൊണ്ടാണ് ബോർഹ ഹെരേര ഈ കളിയിൽ ആദ്യ ഗോളും നേടുന്നത്. പിന്നീട് രണ്ടാം പകുതിക്ക് ശേഷം ബോർഹ ഹെരേര വീണ്ടും ഗോൾ നേടി. ഒരു ലോങ് റേഞ്ചർ ഗോൾ, അത് ഗോൾ കീപ്പർക്ക് പോലും പിടിക്കാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു ആ ഗോൾ വന്നത്. ഒരു കളിക്കാർക്കും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. ഇവൻ എന്തൊരു അത്ഭുതമാണ്, ഇവൻ എന്ത് അത്ഭുതമാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ആർക്കും മനസ്സിലായത് പോലുമില്ല. അദ്ദേഹം ജേഴ്സി ഊരി സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന് മഞ്ഞ കാർഡ് കൊടുക്കുകയും ചെയ്തു. സമാധാനം. പിന്നീട് FC ഗോവ മൂന്നാമത്തെ ഗോളും നേടി. ഡയാൻ ഡ്രാസിച്ച് എന്ന വിദേശ താരത്തിലൂടെയായിരുന്നു മൂന്നാമത്തെ ഗോളും നേടിയത്. ഡയാൻ ഡ്രാസിച്ച് ആണെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്കിന് വേണ്ടി ശ്രമിക്കുന്നു. പിന്നെ ആൽബിനോ ഗോമസിനെ മറികടന്നുകൊണ്ട് ഇത്തവണ ഡയാൻ ഡ്രാസിച്ച് വലകുലുക്കി. ആവി ഹെർണാണ്ടസ് എന്ന ജംഷഡ്പൂർ FCയിലെ ക്യാപ്റ്റന് ആ പന്ത് തടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ 2-0 എന്ന സ്കോർ ബോർഡിലേക്ക് FC ഗോവ വന്നതിന്. അപ്പോൾ ആവി ഹെർണാണ്ടസിന് ആ പന്ത് തടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല 3-0 എന്ന സ്കോർ ബോർഡിൽ FC ഗോവ മുന്നിട്ട് നിൽക്കുകയും ചെയ്തു. പിന്നീട് FC ഗോവ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കവേ മഴയൊക്കെ പെയ്തു തുടങ്ങി. ശക്തമായ മഴയായിരുന്നു ഭുവനേശ്വറിൽ പെയ്തു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ മഴയെ പോലും അതിജീവിച്ച് നമ്മുടെ ഗോവൻ പീരങ്കികൾ അങ്ങനെ വിജയത്തിലേക്ക് എത്തി. വിജയത്തിൽ അവരുടെ കോച്ച് മനോലോ മാർക്കസ് വളരെ സന്തോഷവാനാണ്. കാലിൻ ചെമ്മീനിന് നിരാശാജനകമായ തോൽവിയാണ്. നിരാശാജനകമായ ഫൈനലായിരുന്നു ഇന്ന് ജംഷഡ്പൂർ FCയും FC ഗോവയും തമ്മിലുള്ള ആ ഒരു ഫൈനൽ. ജംഷഡ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരനുഭവമായിരുന്നു. പിന്നീട് ഫുൾ ടൈം വിസിൽ മുഴങ്ങിയപ്പോഴേക്കും FC ഗോവ 3 ജംഷഡ്പൂർ 0 എന്ന രീതിയിൽ സ്കോർ ലൈൻ അവസാനിക്കുന്നു. FC ഗോവ സൂപ്പർ കപ്പിൽ രണ്ടാമത്തെ കിരീടവും നേടുന്നു. ഇതുവരെ ഏറ്റവും കൂടുതൽ സൂപ്പർ കപ്പ് നേടിയ കലിംഗ സൂപ്പർ കപ്പ് നേടിയ ഒരു ടീമില്ല. ആ ടീമാണ് FC ഗോവ എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ അവസാനിക്കുന്നു. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മൾ അടുത്ത വീഡിയോ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷയോടെ ഗുഡ് ബൈ. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിലെ ആരോൺ സ്റ്റോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആരോൺ സ്റ്റോക്സ് സൈനിങ് ഓഫ്.